ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോംബറ്റിൻ്റെ ഒന്നാമത്തെ സീസൺ അവസാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സീസണിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്, കോയിൻസ്, അതുപോലെ തന്നെ ഡെയിലി ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തോടു കൂടി ആ ഒരു സീസൺ അവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സീസണിൽ നമ്മൾ ഹാംസ്റ്റർ കോംബറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, കോയിൻസിന് പകരം എന്താണ് വന്നിട്ടുള്ളത്, എന്തെല്ലാം ഗെയിമുകളാണ്, എന്തെല്ലാം ടാസ്കുകളാണ്, എന്തെല്ലാം കാർഡുകളാണ് നമ്മൾ ഇനി അച്ചീവ്മെന്റ് ചെയ്യേണ്ടത്, പുതിയ ഗെയിമിലേക്ക് നമുക്ക് എൻട്രി കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൽ ഒരുപാട് ഗെയിമുകൾ ഇനി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമുക്കറിയാം ഹാംസ്റ്റർ കോംബറ്റ് ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം കൂടി ആണ്. അപ്പോൾ ഗൈസ്, അതിൽ ഗെയിമാണ് കാര്യമായിട്ട് ഇപ്പോൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ മൊത്തം കളക്ട് ചെയ്ത കോയിൻസ് ഇവിടെ കാണാൻ കഴിയും. ഏകദേശം ഒന്നുകൂടി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര കാർഡുകൾ നമ്മൾ ടോട്ടലി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള കാൽക്കുലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഇവിടെ എത്ര ദിവസം നമ്മൾ ഹാംസ്റ്റർ കോംബറ്റ് ടാസ്കുകൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം ബെസ്റ്റ് കാർഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമ്മൾ അച്ചീവ്മെന്റ് ചെയ്ത, നമ്മൾ കളക്ട് ചെയ്ത കാർഡുകളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കാർഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ഒരുപാട് കാർഡുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത കാർഡുകളാണ്, ബെസ്റ്റ് കാർഡുകളായിട്ട് കണക്കാക്കപ്പെടുന്ന കാർഡുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് പുതിയ ഹാംസ്റ്റർ കോംബറ്റിന്റെ ഇൻട്രോ വരുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ അടിച്ച് നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ ഒരു ഹാംസ്റ്ററിന്റെ ആ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും പുതുതായിട്ട് വന്നിരിക്കുന്ന 3 ഗെയിമുകൾ ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പഴയ പോലെ തന്നെ നമ്മുടെ താഴെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. നമ്മൾ അച്ചീവ്മെന്റ് ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡയമണ്ട് ആണ്, നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ആണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് കോയിൻസ് ആയിരുന്നു, ഇനി ഉള്ള ഗെയിമിൽ നമുക്ക് ഡയമണ്ട് ആണ് ഇനി പ്രധാന ഘടകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്ലേ ഗെയിം എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കീ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ഡയമണ്ട് ആണ് കളക്ട് ചെയ്യേണ്ടത്. എയർ ഡ്രോപ്പ് പോയി കഴിഞ്ഞാൽ എയർ ഡ്രോപ്പിന്റെ ആ ഒരു കാര്യം മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സീസൺ 1 ഈസ് ഓവർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചീറ്റിംഗ് ഈസ് ബാഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ബൂട്ട് വഴി കീകളൊക്കെ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഹാംസ്റ്റർ കോംബറ്റ് ചീറ്റിംഗ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗൈസ്, അവർക്ക് എയർ ഡ്രോപ്പിന്റെ കാര്യത്തിൽ എയർ ഡ്രോപ്പ് ലഭിക്കും, പക്ഷെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറവായിട്ട് ശേഷം ഇതാകും. ഹാംസ്റ്റർ കോംബറ്റിന്റെ കമ്മ്യൂണിറ്റി അവര് വെറുപ്പിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് വിഡ്രോ അടിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല, അതേ സംഭവം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഫ്രണ്ട്സ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പുതിയ ഫ്രണ്ട്സുകളെ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ടോട്ടലി ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്കിവിടെ ഫ്രണ്ട്സുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓരോ അച്ചീവ്മെന്റും ഇവിടെ തന്നെ വരുന്നതാണ്. അപ്പോൾ പഴയ പോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക്, ടെലിഗ്രാം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് അവിടെ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആളുകളാണെങ്കിൽ ഇതിലെല്ലാം ജോയിൻ ചെയ്ത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, മുമ്പ് നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 ഫ്രണ്ട്സ്, 3 ഫ്രണ്ട്സ്, ഇവിടെ 7 ഫ്രണ്ട്സ്, അവിടെയൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാൻ, ഈ ടിക്ക് മാർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുമ്പത്തെ പോലെ തന്നെ മുകളിൽ യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്താൽ അത് രണ്ടും അച്ചീവ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ്, പഴയ പോലെ തന്നെ അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമുക്കിവിടെ എക്സ്ചേഞ്ച് നില ഭാഗത്ത് വന്നിട്ട് ഡെയിലി കോംബോ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനായിട്ട് ഇവിടെ നില ഭാഗം, പ്ലേ ഗ്രൗണ്ട് നില ഭാഗത്തേക്ക് നമ്മൾ പോവുക. അതിനുശേഷം ഇവിടെ ഗെയിം, മിനി ഗെയിം, അതുപോലെ തന്നെ മെയിൻ കാർഡ് നില 3 ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. മിനി ഗെയിം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനി ഗെയിം ആദ്യത്തെ ഗെയിം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗെയിം, 2 ഗെയിം, ആദ്യത്തെ ഗെയിം അവിടെ വന്നിട്ടുണ്ട്. ഇനി മിനി ഗെയിം, അതിന് നേരെ പുറത്ത് മെയിൻ കാർഡ് നില സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയ കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, ന്യൂ കാർഡ് നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കാർഡുകൾ വരും. ഇപ്പൊ തന്നെ ആ ഒരു കാർഡുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ
സമയം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഗെയിം കളിക്കുക. ബൂട്ട് വഴി ഉപയോഗിച്ച് ഇനി കളക്ട് ചെയ്യരുത് ഗെയിം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അച്ചീവ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പഴയ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ ആ ഒരു വാലറ്റിലേക്ക് വിഡ്രോ അടിക്കുന്ന 26-ാം തീയതി വിഡ്രോ അടിക്കുന്നതാണ്. ഇവിടെ ഇനി വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ ഗെയ്സ്. അപ്പൊ രണ്ടാമത്തെ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗെയ്സ് നമുക്ക് ഏൺ ചെയ്യുന്നില്ല ഭാഗത്ത് അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ ആംസ്റ്റർ കോമ്പറ്റിന്റെ പുതിയ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സീസണിലെ ടോക്കൺ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ലൈക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.